അന്താരാഷ്ട്ര ജലസഹകരണ വർഷത്തിൽ കേരളം നേരിടുന്ന രൂക്ഷമായ വരൾച്ച വിഷയമാക്കി അഞ്ചൽ വെസ്റ്റ് HSSലെ 6ാം ക്ലാസ് വിദ്യാർത്ഥി ആരോമൽ സത്യൻ തിരക്കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് ബ്ലൂ ഗോൾഡ്. ചിത്രത്തിന്റെ പൂജ അഞ്ചൽ പടിഞ്ഞാറ്റിൻകര ഗണപതി ക്ഷേത്രത്തിൽ പ്രമുഖരുടെ സാന്നിധ്യത്തിൽ നടന്നു. സ്വിച്ച് ഓൺ കർമ്മം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ജയമോഹൻ നിർവഹിച്ചു. ഐക്യരാഷ്ട്രസഭ 2013 ജലസമൃദ്ധിയുടെയും ജലസഹകരണത്തിന്റെയും വർഷമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്ത സാഹചര്യത്തിൽ ചിത്രത്തിന്റെ പ്രമേയത്തിന് വലിയ പ്രസക്തിയുണ്ടെന്ന് എസ് ജയമോഹൻ പറഞ്ഞു. ഐക്യരാഷ്ട്രസഭ തന്നെ മാർച്ച് 22 ജല ദിനമായി ആഘോഷിച്ച ഘട്ടത്തിൽ പ്രഖ്യാപിച്ചത് അടുത്ത ഒരു വർഷക്കാലം ജല സൗഹൃദ ദിനമായി ജലസഹകരണ ദിനമായി ആഘോഷിക്കണം എന്നാണ് ഐക്യരാഷ്ട്ര സഭ തന്നെ പ്രഖ്യാപിച്ചത്. അടുത്ത മഹായുദ്ധം കുടിവെള്ളത്തിന് വേണ്ടിയുള്ളതാവുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ഒരു യുദ്ധം എന്ന് പറയുന്നത് തന്നെ ജലത്തിന് വേണ്ടിയിട്ടായിരിക്കും എന്നുള്ളതാണ് വിലയിരുത്തൽ. അപ്പൊ ജലത്തിന് വേണ്ടി പരസ്പരം കലഹിക്കുകയോ ഏറ്റുമുട്ടുകയോ ചെയ്യാതെ ജലമുള്ളിടത്ത് മറ്റുള്ളവർക്ക് കൂടി പങ്കുവയ്ക്കാനുള്ള ഒരു സഹകരണ മനോഭാവം ലോകത്തെമ്പാടും വളർത്തിയെടുക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ മാർച്ച് 22 ജലദിനം ആഘോഷിച്ചപ്പോൾ അടുത്ത ഒരു വർഷക്കാലം ജല സഹകരണ ദിനമായി തന്നെ ആഘോഷിക്കാൻ നിശ്ചയിച്ചു. ചടങ്ങിൽ അഞ്ചൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ സക്കീർ ഹുസൈൻ അധ്യക്ഷനായി. CPM അഞ്ചൽ ഏരിയ സെക്രട്ടറി ബാബു പണിക്കർ, വിശ്വകർമ്മ സർവീസ് സൊസൈറ്റി ജില്ലാ സെക്രട്ടറി മണിക്കുട്ടൻ തുടങ്ങിയവർ സംസാരിച്ചു. സംവിധായകൻ ആരോമൽ സത്യൻ ചിത്രത്തെക്കുറിച്ച് വിശദീകരിച്ചു. പരിസ്ഥിതി പ്രമേയമാക്കി ആരോമൽ സത്യൻ സംവിധാനം ചെയ്ത മിഴി തുറക്കൂ എന്ന ചിത്രത്തിന് പുരസ്കാരം ലഭിച്ചിരുന്നു. നിസാം അമ്മാസാണ് ബ്ലൂ ഗോൾഡിന്റെ ഛായാഗ്രഹണം. ശാസ്താംകോട്ടയിലും കിഴക്കൻ മേഖലയിലെ വിവിധ പ്രദേശങ്ങളിലുമായാണ് ചിത്രീകരണം. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.